ഹലോ, നമസ്കാരം. നമുക്ക് മലയാളത്തിൽ പുതിയൊരു പുസ്തകം വന്നിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ പേരിതാണ് കാസച്ചോറ്. മലയാളികൾക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള രണ്ട് പദങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് പുതിയ പുതിയ പദങ്ങൾ പല കാലഘട്ടങ്ങളിലായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ കാസച്ചോറ് എന്ന പദം ഇത് നമുക്ക് അപരിചിതമാണെങ്കിലും ഒരു പ്രദേശത്തിന്, പൊന്നാനി എന്ന ദേശത്തിന് പരിചിതമായ ഒരു പദമാണ്. ഈ പദത്തെ ശീർഷകമാക്കിക്കൊണ്ട് മലയാളത്തിൽ ഒരു ഓർമ്മക്കുറിപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. അത് രചിച്ചിരിക്കുന്നത് പൊന്നാനിയുടെ ഹൃദയം തൊട്ട എഴുത്തുകാരി എന്ന് പറയുന്ന ജസ്സി സലീമാണ്. ജസ്സി സലീമിന്റെ പ്രഥമ പുസ്തകമാണ് കാസച്ചോറ്. കാസച്ചോറ് ഓർമ്മക്കുറിപ്പുകളാണ്. ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തിയുടെ ഓർമ്മക്കുറിപ്പുകൾ മാത്രമല്ല, മറിച്ച് ഒരു ദേശത്തിന്റെ ആകെ ഓർമ്മക്കുറിപ്പുകളുമായിട്ടാണ് ഈ പുസ്തകം സഞ്ചരിക്കുന്നത് എന്ന് ഇതിന്റെ വായനയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ജസ്സിയോട് ഇത്തിരി വർത്തമാനം പറയാം, കുറെ കാര്യങ്ങൾ ഈ കാസച്ചോറിലേക്ക് വന്ന വഴികളെക്കുറിച്ച്, ഈ കാസച്ചോറിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച്. ഇതിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓരോ അധ്യായങ്ങളിലൂടെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ജസ്സിയിൽ നിന്ന് തന്നെ കേൾക്കാം. നമസ്കാരം ജസ്സി, സ്വാഗതം. സന്തോഷം. കാസച്ചോർ എന്ന പുസ്തകം ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പുസ്തകമായിട്ട് മാറിയിട്ടുണ്ട്. ഒരുപാട് കോപ്പികൾ വിറ്റഴിക്കപ്പെടുകയും ഇതിന്റെ പ്രകാശന ചടങ്ങൊക്കെ തന്നെ വളരെ ഗംഭീരമായി നടക്കുകയും, കൂടാതെ പൊന്നാനി വെൽഫെയർ അസോസിയേഷന്റെയും പൊന്നാനി കൾച്ചറൽ അസോസിയേഷന്റെയും ഒക്കെ ആയിട്ടുള്ള പരിപാടികളിലും സമ്മേളനങ്ങളിലും ഒക്കെ തന്നെ ഈ പുസ്തകം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു, ചർച്ച ചെയ്യപ്പെട്ടു, വിൽക്കപ്പെട്ടു എന്നറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ കാസച്ചോറിലേക്ക്, ഈ പുസ്തകത്തിലേക്ക്, ഇതിന്റെ എഴുത്തിലേക്ക് വരാനുള്ള വഴികളെ കുറിച്ച് ഒന്ന് പറയാമോ? എഴുത്തിന്റെ വഴി എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ചെറുപ്പം മുതലേ ഭയങ്കര പുസ്തകം പുഴു അല്ലെങ്കിൽ ഭയങ്കര എഴുത്തില് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളെ പോലെയാണ് നമ്മൾ പറയാറുള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് പഠനകാലം വളരെ പരിമിതമായ കാലഘട്ടമാണ്. ഒരു പ്രീ ഡിഗ്രി 7 മാസമൊക്കെ ആയപ്പോഴേക്ക് ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞ് പോകാനിടയായി. പക്ഷെ ആ ഒരു പ്രീ ഡിഗ്രിക്ക് ഇടയില് പഠനത്തില് ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിച്ചിട്ടും, അതുപോലെ കല സാഹിത്യ മത്സരങ്ങളില്, കായിക മത്സരങ്ങളില് മാത്രം ഒതുങ്ങി നിന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതില് അക്ഷരങ്ങളോട് ഇഷ്ടമായിരുന്നു. പിന്നെ എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് പുസ്തകങ്ങൾ വാങ്ങി വായിക്കലോ, അല്ലെങ്കിൽ ഈവൻ പത്രം പോലും നമുക്ക് അവൈലബിൾ അല്ല. നമ്മള് ഒരു 4-5 വീടിന്റെ സർക്കിളിൽ ഒരു വീട്ടിലൊക്കെ ഉണ്ടാവുള്ളൂ പത്രം വാങ്ങുന്നവർ. അതെ, അങ്ങനെ. അപ്പോ നമുക്ക് കിട്ടുന്നത് എന്തും വായിക്കാന്നുള്ളതാണ് അന്നത്തെ ഒരു രീതി. അതിപ്പോ അമർചിത്ര കഥ ആവാം, ബാലരമ ആവാം, പൂമ്പാറ്റ ആവാം, ബോബനുമോളി ആവാം, അല്ലെങ്കിൽ പത്രം ആവാം, അല്ലെങ്കിൽ സ്കൂളിലെ ആവാം. നമ്മൾ വായിക്കുന്നുള്ളതാണ്. അതെ. പിന്നീട് സ്കൂളിലെ മത്സരങ്ങളിലാണ് പിന്നെ നമ്മൾ ആ ഒരു എഴുത്തിനോടുള്ള ഇഷ്ടം നമ്മൾ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക. അതായത് കവിത, കഥ, ഉപന്യാസം, ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് എഴുത്തില് പ്രാവീണ്യം നേടിയിട്ട് മത്സരിച്ചതല്ല. ജസ്റ്റ് ടൈം പാസ്, താല്പര്യം, അതുപോലെ തന്നെ ഒരു ടൈം പാസ്. നമുക്ക് കലാമത്സരങ്ങൾ വരുമ്പോൾ നമുക്ക് സ്കൂളിൽ നിന്ന് ജസ്റ്റ് ആ പീരീഡിൽ ഒന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓരോ താല്പര്യങ്ങളാണല്ലോ. അങ്ങനെ അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മള് ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു വാക്കുകളോ വീടുകളോ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഡയറിയിൽ എഴുതി. പക്ഷെ അതും അങ്ങനെ ഒരു സാഹിത്യ രൂപത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ സാഹിത്യകാരിയാവണം, അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരാളായിരുന്നു. പിന്നെ ഈ ഒരു കാസച്ചോറിലേക്ക് വന്ന വഴി എന്ന് പറയുന്നത് ഞാൻ ശരിക്ക് സോഷ്യൽ മീഡിയയുടെ ആ ഒരു സ്വാധീനം, അതിപ്രസരം തന്നെ പറയാം. സോഷ്യൽ മീഡിയ ശരിക്കും നമ്മുടെ എഴുത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു, കാരണം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സർഗാത്മകമായ കഴിവിനെ പൊടി തട്ടിയെടുക്കാന് നമുക്ക് കുറെ കൂട്ടായ്മകളുടെ അല്ലെങ്കിൽ കുറെ ഗ്രൂപ്പുകളുടെ ഒരു സഹായം തന്നെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അതെ, പലപ്പോഴും എഡിറ്റർമാർ സോഷ്യൽ മീഡിയക്ക് മുന്നേ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും എഴുതി അയച്ചാൽ തന്നെ എഡിറ്റർമാർ അത് പ്രമുഖരല്ല എന്ന ഇതിന്റെ ലേബലിൽ അങ്ങ് തിരിച്ചയക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. സോഷ്യൽ മീഡിയ ഇങ്ങനെ പലപ്പോഴും അവനവൻ ആവിഷ്കരിക്കാനുള്ള വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ആര് തിരസ്കരിച്ചാലും നമുക്ക് നമ്മൾ ആവിഷ്കരിക്കാനുള്ള ഒരു ഇടം, അവിടെയും വായിക്കാനുള്ള ഒരു 10 കുറച്ചു പേരെങ്കിലും നമുക്കുണ്ടെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകും എന്നൊരു ഇതാണല്ലോ. അങ്ങനെയാണ് ഈ കാസച്ചോറിന്റെ ഓർമ്മ എഴുത്തിലേക്ക് വന്നിട്ടുള്ളത്. ഈ കാസച്ചോറില് നമുക്ക് പലതും കാണാൻ കഴിയുന്ന വെച്ചാൽ ഇപ്പൊ ആദ്യത്തെ ഒരു ഇതിൽ തന്നെ നമുക്ക് ഓരോ അധ്യായങ്ങള്, ചെമ്പകപ്പൂ,
ചെമ്പകപ്പൂ ഒക്കെ പോലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ഓർമ്മക്കുപ്പ്, പ്രണയത്തിന്റെ ചെമ്പകപ്പൂവിന്റെ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പൊ ഈ ചെമ്പകപ്പൂ പോലുള്ള ഇതിന്റെ ഇത്തരം എഴുത്തുകളിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതായത് ഞാൻ 2018 ഞങ്ങളുടെ സ്കൂളിന്റെ ഒരു അലുമിനി മീറ്റപ്പ് നടന്നു. അപ്പോ അന്ന് സത്യം പറഞ്ഞാല് ഞങ്ങള് 10-28 വർഷങ്ങൾക്ക് ശേഷം, അപ്പൊ ഞാൻ ISS സ്കൂളിൽ പഠിച്ചിരുന്ന എല്ലാവരും ചേർന്നിട്ട് ഒരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിച്ചു. അന്ന് രാത്രി സത്യം പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെയോ എഴുതണം എന്നിങ്ങനെ ഒരു തോന്നല്. ജസ്റ്റ് ആ ഒരു എല്ലാവരും കണ്ട കാഴ്ചകൾ, അല്ലെങ്കിൽ നടന്നു പോയ സ്കൂളിനെ കുറിച്ച്, നടന്നുപോയ വഴികളെ കുറിച്ച്, സഹപാഠികളെ കുറിച്ചൊക്കെ ഇങ്ങനെ ചെറിയൊരു എന്തൊക്കെയോ ഒന്ന് വന്നു. അത് ഞാൻ നോട്ടിൽ എഴുതി വെച്ചു. അന്ന് എന്റെ ഫോണില് മലയാളം ടൈപ്പിംഗ് ഇല്ല. അങ്ങനെ ഞാൻ ഞങ്ങളുടെ ആ ഗ്രൂപ്പിലെ സുഹൃത്തുക്കൾ വഴിയാണ് അത് മലയാളം ടെക്സ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടുന്നത്. അപ്പൊ അത് കിട്ടി കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം നമ്മളെ ഉള്ളിലുള്ളത് എഴുതി കണ്ടുവരുന്ന ഒരു സന്തോഷം വേറെ ഉണ്ടല്ലോ. അങ്ങനെ അതവിടെ നിന്നു. അതിനുശേഷം ഞാൻ പഠിച്ച തന്നെ മറ്റൊരു സ്കൂളിന്റെ കൂട്ടായ്മയില് ഒരുപാട് എഴുതുന്നവരുണ്ട്. അതായത് കുറെ മുതിർന്ന എഴുത്തുകാര്, ഇസ്മായിൽ TK, AM അബ്ദുറഹ്മാൻ, UK കബീർ തുടങ്ങിയിട്ടുള്ള ഈ പൊന്നാനിന്റെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് എഴുതുന്നവരുണ്ട്. ആ കൂട്ടായ്മ മെഹിസ എന്ന് പറയുന്ന കൂട്ടായ്മ. അപ്പൊ ആ കൂട്ടായ്മക്കകത്ത് എന്നെ ആഡ് ചെയ്യുന്നത് 2019 ഈ അപ്പൊ നമുക്കിങ്ങനെ ആ ഒരു 2018 എഴുതിയ ആ ഒരു ഇത് നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ഒക്കെ സൃഷ്ടികൾ കാണുമ്പോൾ വായിക്കാനും പൊതുവെ വായന ഉണ്ട്. ഞാൻ എവിടെ പോയാലും ഇപ്പൊ പുസ്തകമേളകളിൽ കയറും, അല്ലെങ്കിൽ ബുക്ക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കും എന്ന് വെച്ചിട്ട് അങ്ങനെ ഡീപ്പായിട്ട് നമ്മള് ഒരുപാട് വായിച്ച് ഇരിക്കുന്ന ഒരു പ്രകൃതത്തിന് എനിക്ക് സാധിക്കാറില്ല. ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടുമില്ല. പക്ഷെ എങ്കിൽ പോലും വായിക്കും. അപ്പൊ അതിൽ നിന്ന് കിട്ടിയ ഓരോ ത്രെഡുകൾ എന്ന് തന്നെ മാത്രം പറയാ. ഇവരുടെ സൃഷ്ടികൾ കണ്ടപ്പോ ഞാൻ ജസ്റ്റ് ഒരു വഴി കാണാനിടയായി. അതായത് ഈ ഞങ്ങളുടെ ഇതിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് മയന്ത്രിയാക്കം വീടിന്റെ വഴി, ചിറക്കൽ വീടിന്റെ വഴി എന്നൊക്കെ. അതൊക്കെ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ നടന്നു പോയ വഴികളാണ്. അപ്പൊ ആ വഴി UK കബീർ പൊന്നാനിയാണ്. പൊന്നാനിന്റെ ഓർമ്മകൾ കൂടുതലായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഇവരുടെ ഓർമ്മകളിൽ ഇപ്പൊ എന്റെ ഓർമ്മകളും എന്തുകൊണ്ട് എഴുതിക്കൂടാ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. അങ്ങനെ ജസ്റ്റ് വെറുതെ വാട്സപ്പിൽ ഞാൻ അന്ന് എനിക്ക് നോട്ട്സിൽ എഴുതാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ചുമ്മാ ഒരു കോണ്ടാക്റ്റിൽ ഞാൻ എഴുതി, അത് ഞാൻ ഷെയർ ചെയ്തു. അതിനുശേഷമാണ് ഫസ്റ്റ് എഴുതുന്ന ചെമ്പകപ്പൂവാണ്. ഇതില് നമുക്ക് ഒരു പ്രദേശത്ത് നിന്ന് മറന്നു പോകുന്ന പല വാക്കുകൾ, ഇപ്പൊ ചിറ്റ്, ചെമ്പോണ്ടി ഒക്കെ പോലുള്ള വാക്കുകളൊക്കെ ഇതിനകത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. ഇത് സത്യത്തില് ഇപ്പൊ നമുക്ക് പ്രാദേശികമായിട്ടുള്ള വാക്കുകൾ പലപ്പോഴും പല ഭാഷകളിൽ, എല്ലാ ഭാഷകളിലും തന്നെ സംഭവിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ മറവിയിലേക്ക് പോവുകയാണ്. അപ്പൊ അത്തരം വാക്കുകൾ എങ്ങനെ വീണ്ടും ഉപയോഗിക്കണം എന്ന് തോന്നാനുള്ള കാരണം എന്താണ്? അതെന്ന് വെച്ചാല് ഞാൻ വളർന്നതും ഒക്കെ ഉമ്മാമ ഞങ്ങളുടെ കൂട്ടുകുടുംബായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മുതിർന്നവർക്കിടയിലുള്ള ആ ഒരു വളർച്ച തന്നെ നമ്മുടെ കുറെ ഓർമ്മകൾക്ക് കാരണമായി എന്നുള്ളതാണ്. അപ്പോ എന്റെ ഉമ്മ പറയും ഏത് കല്ലിനോടും മുള്ളിനോടും സംസാരിക്കും, ഏത് പഴയ കഥയും പറയും ജെസ്സി, അങ്ങനെയാണ്. അപ്പൊ പൊതുവെ മക്കൾ പോലും പറയും ഉമ്മ പഴഞ്ചനാണ് എന്ന് പറയും. അപ്പൊ എനിക്ക് ഈ പഴമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങള് കൂട്ടി നമുക്ക് ശേഷം നിലനിൽക്കണം എന്നൊരു ആഗ്രഹത്തിന്റെ ഭാഗമായി. ഇപ്പൊ കുട്ടികൾക്ക് ചിറ്ററിയില്ല, ചെമ്പോണ്ടി അറിയില്ല, സാന അറിയില്ല, കാസ, പിന്നെ ഒന്നും അങ്ങനത്തെ പ്രാദേശികമായിട്ട് പ്രയോഗങ്ങൾ പോയിട്ട് മറ്റ് കാര്യങ്ങൾ പോലും അറിയാത്ത പുതിയ ലോകത്താണ്. എക്സ്കർഷൻ ഒക്കെ പോലുള്ള ഓർമ്മക്കുറിപ്പുകളൊക്കെ സത്യത്തിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് ഉപ്പ ഒന്നിനും സമ്മതിക്കില്ല. ഉപ്പാന സത്യത്തിൽ ഉപ്പ എനിക്ക് വായിക്കുമ്പോ ഉപ്പയുടെ അക്കാലത്തെ ശരിക്കും ഓർമ്മ വരും. പക്ഷെ പകരം മൂത്താപ്പേനെ അതെ അതെന്ന് വെച്ചാല് ഉപ്പ പിന്നെ 5 വർഷം പ്രവാസിയായിരുന്നു. അതിൽ നിന്ന് വന്നിട്ട് പിന്നെയാണ് സർക്കാർ ജോലി. അല്ല, ആദ്യം ഇപ്പൊ സർക്കാർ ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ടാണ് പ്രവാസിയായത്. അതിനുശേഷമാണ് വീണ്ടും ഇതിൽ ജോയിൻ ആവുന്നത്. അപ്പൊ ആ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടാവുന്ന കുറെ കണിശതകള് പണ്ടിലുണ്ടായിരുന്നു. അതായത് ഇപ്പോ അടുത്ത ആഴ്ച തീരുന്ന പെന്ന്, അതിൽ മഷി, നമ്മുടെ പെന്നിൽ മഷി തീരുന്നെങ്കിൽ ഈ ആഴ്ച നമ്മളത് ഓർമ്മപ്പെടുത്തണം, നമ്മളെ പെണ്ണിൽ മഷി തീരാനായി. അല്ലാതെ പെട്ടെന്ന് പറഞ്ഞാലൊന്നും അങ്ങനെ സാധിച്ചു തരുന്ന പ്രകൃതല്ല ഉപ്പ. ഉപ്പാന്റെ കുറെ കാര്യങ്ങളിൽ നമുക്കും അത് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നീട് മനസ്സിലാവുകയും നമ്മൾ മുതിർന്നപ്പോ അതെന്തുണ്ടായിരുന്നു അങ്ങനെയെന്നുള്ള മനസ്സിലായി. ചെറുപ്പത്തിൽ നമുക്ക് അതൊരു തോന്നിയിരുന്നു. മുത്താപ്പന്റെ അടുത്തൊക്കെ പോയിട്ട് മുത്താപ്പ സ്കൂളിലൊക്കെ വന്നൊരു ഓർമ്മ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര
സ്കൂളിൽ നേരിട്ട് വന്നിട്ട് ഇതൊക്കെ കൊടുക്കുമ്പോ കൊടുക്കാൻ വേണ്ടി. ഈ കൊറ്റ്, അതായത് പോത്തർച്ചിയുടെ നെയ്യ് ഇങ്ങനെ വറ്റിച്ച് വരണ്ട കൽക്കമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിന് പറയുന്ന പേരാണ് കൊറ്റ് എന്നല്ല അല്ലെ? കൊറ്റൊക്കെ ഇപ്പോഴും പൊന്നാനിയില് ഉണ്ടാവാറുണ്ടോ? സത്യത്തിൽ അത് വായിച്ചപ്പോ അത് തിന്നാൻ തോന്നുന്നു. പൊന്നാനിയുടെ അത് വെള്ളിയാഴ്ച മാത്രമാണോ അവിടെ വിൽപ്പന ഉണ്ടാകാറ്? എങ്ങനെയാണ് അതെങ്ങനെയാണ് അതിനെ കുറിച്ച് പറയാം? കൊറ്റൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു നെയ്യ് ഉരുക്കിയെടുക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അതിന്റെ മണം എന്ന് പറയുന്നത്, ഞാനിപ്പോ അത് KFC-നോട് ഉപമിച്ചിട്ടുണ്ടെങ്കിലും അത് എത്രമാത്രം എല്ലാവർക്കും അത് അക്സെപ്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും ഏകദേശം അതേ ഒരു ടേസ്റ്റും അതേ അതായത് പഴയ കാലത്തെ കൊറ്റിനെ പുതിയ കാലത്തെ KFC-യിലേക്ക് നമുക്ക് പരിണയിപ്പിച്ചു. നമ്മുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും മനസ്സിലാവാൻ മാത്രമല്ല അവരോട് പറയും ഇതിനേക്കാളും നല്ലത് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന രീതിയിലേക്ക്. പൊന്നാനിയെ പൊതുവെ മതമൈത്രിക്കേറെ പ്രശസ്തമായ സ്ഥലമാണ്, പേര് കേട്ട സ്ഥലമാണ് പൊന്നാനി എന്ന് പറയുന്നത്. അവിടെ തന്നെ കലാരൂപങ്ങൾക്ക്, സാഹിത്യത്തിന്, മലയാളത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരൊക്കെ തന്നെ പൊന്നാനിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. മലയാള ഭാഷയിൽ തന്നെ വലിയ സംഭാവന നൽകപ്പെട്ട എഴുത്തുകളും അവിടെ നിന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കലാരൂപങ്ങൾ, പല കലകളും ഇപ്പോഴും അതിന്റെ പാരമ്പര്യം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും മതമൈത്രിക്ക് പേര് കേട്ട ഒരു പൊന്നാനിയെ കുറിച്ച് താങ്കൾ ഇതിനകത്ത് പറയുന്നുണ്ട്. വാണിയക്കളം എന്ന് പറയുന്നതിനകത്ത് ശരിക്കും പൊന്നാനിയിലെ ഒരു വാണിയക്കളം, വാണിഭക്കളം, കച്ചവടക്കളം, ഒരു കച്ചവട കേന്ദ്രമായിട്ട് വരുന്നുണ്ടെങ്കിലും പക്ഷെ പൊന്നാനിക്കാർക്ക് അതൊരു ഉത്സവം പോലെയാണ്. വാണിയത്തിന് പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരാം, വാണിയത്തിന് കാണാം, വാണിയത്തിന്റെ അടുത്ത് ഞാൻ ഉണ്ടാവും എന്ന രീതിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ആ കാലത്ത് അതൊരു സംസാരത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഇതാണ്. ഈ വാണിയക്കളത്തെ കുറിച്ച് എന്തെങ്കിലും 1-2 വാക്കുകൾ പറയാം. വാണിയക്കളം എന്ന് പറയുന്നത് ഞാനിതില് പരാമർശിച്ചിട്ടുണ്ട്. കുറ്റിക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് പൊന്നാനിയില്. കുറ്റിക്കാട് അമ്പലത്തിന് പുറകുവശത്താണ്. അതെ അതെ, ക്ഷേത്രത്തിന്റെ അതെ. അവിടെ എന്ന് വെച്ചാല് നമ്മുടെ പാലക്കാട് ജില്ലയായിട്ട് ഒരു ബാത്ത് സമ്പ്രദായം പോലെ നിലനിന്നിരുന്ന കാർഷിക മേളയാണ്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ആ രീതിയിലുള്ള ഒരു കാർഷിക മേള തന്നെ നടന്നിട്ടുണ്ട്. ചന്ത. അതെ, അതിപ്പോഴും എല്ലാ വർഷവും ദീപാവലിയോട് അനുബന്ധിച്ചിട്ടാണ് ആ കച്ചവടക്കാർ വന്നവിടെ നിലയുറപ്പിക്കുക. ഇപ്പോഴും തുടരുന്നുണ്ട് എല്ലാ വർഷവും എല്ലാ വർഷവും വാണിയക്കളം പുതിയ തലമുറയ്ക്കും അത് പരിചിതമാണ്. അതെ. അപ്പോ കുച്ചോറം എന്ന് പറയുന്നത് കുട്ടികൾ കളിക്കുന്ന ചെറിയ മുറ ഉണ്ടല്ലോ, അതായത് മുതിർന്നവർക്കുള്ള മുറ, ചെറിയ മുറ കുഞ്ഞുങ്ങൾക്ക് അത് പറയുന്ന പ്രത്യേക പേരാണ് കുച്ചോറം അല്ലെ. അത് നമ്മളിങ്ങനെ ഷോക്കേസിലൊക്കെ വെക്കാനാണ് ഇപ്പൊ വായിക്കുന്നത്. പഴയ കാലത്ത് കുട്ടികൾക്ക് കളിക്കാനായിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുകാലത്ത് കളിക്കാനായിട്ട് തന്നിരുന്നു. ചേറി ഇങ്ങനെ നമ്മള് അരി. അതെ അതെ. ഈ ചീരാക്കഞ്ഞിയെ കുറിച്ച് അത് പൊന്നാനിയുടെ ഒരു സവിശേഷത, പൊന്നാനിയുടെ സവിശേഷതയുള്ള 1-2 ഭക്ഷ്യ വിഭവങ്ങളെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. ചീരാക്കഞ്ഞിയെ കുറിച്ച്. ചീരാക്കഞ്ഞി എന്ന് പറയുന്നത് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഉമ്മ പറയും നോമ്പിനെ തണുപ്പിക്കാനാണ്, അതായത് നമ്മളെ ശരീരത്തിന്റെ ഉഷ്ണം കുറക്കാനാണ് ചീരാക്കഞ്ഞി കുടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ നിർബന്ധിച്ച് കുടിപ്പിക്കുക ചെയ്യാം. അപ്പൊ ഉമ്മ ആണെങ്കിലും ഉപ്പാണെങ്കിലും ഒക്കെ അത് നിർബന്ധമാണ്. നോമ്പ് കാലത്താണ് കൂടുതലായിട്ട് അത് ഉണ്ടാക്കുക. അത് തറാവീഹ് നമസ്കാരം കഴിഞ്ഞിട്ട് കുടിക്കുന്ന സാധാരണ. ഇപ്പൊ ഈ അടുത്ത അതായത് ചൂടുകാലത്താണല്ലോ നോമ്പ് വരുന്നത്. അപ്പൊ അതിന് ഒരു ആശ്വാസം രീതിയിലാണ്. അതിന്റെ മണം ഒരു പ്രത്യേക ആണ്. കാരണം നമ്മൾ അമ്മിയിൽ അരച്ചിട്ടാണല്ലോ തേങ്ങ അമ്മിയിൽ അരച്ചിട്ടാണ് അതിന് ചേർക്കുന്നതൊക്കെ. പിന്നെ അതിന്റെ ചേരുവകളും ഒക്കെ. ചീരയിടൂല. ചീരാക്കഞ്ഞി എന്ന് പറയുന്നത് ജീരകക്കഞ്ഞി എന്നുള്ളതാണ്. അത് വാക്ക് ലോപിച്ച് ചീരാക്കഞ്ഞിയായിട്ടാണ്. അത് കുറച്ചു പേരൊക്കെ എന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ കഞ്ഞിയിൽ ചീര ഇടുമോ? അതാണോ? പക്ഷെ അതല്ല, ജീരകക്കഞ്ഞി എന്നുള്ളത് കാസച്ചോറ്. ഇതിന്റെ ശീർഷം തന്നെ കാസച്ചോറാണ് അല്ലെ. ചോറാണ് സംഭവം, ഊണാണ് സംഭവം. എങ്ങനെയാണ് ഈ കാസച്ചോറ്? ആ ഒരു പ്രദേശത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ആണ്ടിന്റെ അല്ലെങ്കിൽ മൗലിദിന്റെ അങ്ങനെയുള്ള ഒരു അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് അല്ലെ. അതെങ്ങനെയാണ്? അതെങ്ങനെയാ വെച്ചാല് പൊന്നാനിയിലെ തോട്ടുങ്ങൽ പള്ളി അറിയപ്പെടുന്ന പള്ളിയാണ്. അത് അവിടെ കുറെ വർഷങ്ങളായിട്ട്, ഇപ്പൊ ഈ അടുത്ത കാലങ്ങളായിട്ട് കുറവാണ്. പക്ഷെ എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് അത് കൊണ്ടുവരാൻ കാത്തിരിക്കുന്ന ഒരു സമയങ്ങളും ദിവസങ്ങളും തന്നെ ഉണ്ട്. അതായത് അതിനോട് അടുപ്പിച്ചിട്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിരിവ് നടത്തല്, കാർഡ് വിതരണം, പിന്നെ നമുക്ക് അതിന് വേണ്ടുന്ന മുരിക്കുട്ടന്മാരെ കൊടുന്ന് നിർത്തിയിട്ടുള്ള അവരെ തീറ്റിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങള്
പിന്നെ ആ പള്ളിനോട് അടുപ്പിച്ചിട്ട് ഇങ്ങനെ പായകൾ കഴുകല് അങ്ങനെ അങ്ങനെ തുടങ്ങി മൊത്തം നബിദിനം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ അതിനെ പ്രസ്ഥാനങ്ങൾക്ക് വഴിമാറിയിട്ട് കുറെ പറയുന്നുണ്ടെങ്കിലും ഒരു കാലത്ത് ഒരു നല്ലൊരു ഗൃഹാതുര ഓർമ്മകളാണ് ശരിക്കും. നല്ല മാത്രമല്ല മനുഷ്യരെ ഇങ്ങനെ അടുപ്പിച്ച് നിർത്താനുള്ള അവർക്കൊരു ആഘോഷിക്കാനും ആ സമയത്ത് ഗൾഫിൽ നിന്ന് വരുന്ന പ്രവാസികൾ വരെ ഉണ്ടായിരുന്നു. പ്രവാസികളുടെ നല്ലൊരു സംഭാവന ആ ഒരു ആ നാട്ടുത്സവത്തിന്റെ ഭാഗമായിട്ട് വരാനായിട്ടുള്ളത്. അത്ര നാട്ടുത്സവങ്ങളൊക്കെ തന്നെയായിരുന്നു മനുഷ്യരെ തമ്മിൽ അടുപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ പലതിനെയും വലിയ നാട്ടുത്സവങ്ങൾ ഇല്ലാതായപ്പോ അത് മനുഷ്യരുടെ അകന്നകന്നു പോയി. അവരവരുടെ കുടിലുകളിലേക്ക് അവരവരുടെ മുറികളിലേക്കും ഇപ്പൊ ഒരു ആൻഡ്രോയിഡ് ഫോണിലേക്കുമായിട്ട് ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ്. ആ അധ്യായത്തിന് ഞാൻ കാസച്ചോറ് എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 2-3 വർഷമായിട്ട് എഴുതിയ കുറിപ്പുകളാണിത്. പെട്ടെന്ന് എഴുതി ഉണ്ടാക്കിയതല്ല, പല കാലങ്ങളായിട്ട് എഴുതിയ കുറിപ്പുകളായിരുന്നു. പുസ്തകത്തിന് വേണ്ടിയിട്ട് എഴുതിയതല്ല, എഴുതിയെല്ലാം ചേർത്ത് വെച്ച് പുസ്തകമാക്കിയതല്ലേ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ കാസച്ചോറ് എന്ന് പറയുന്നത് കാസ എന്നൊരു പാത്രമാണ്, ഒരു പരന്ന വെളുത്ത പിഞ്ഞാണം പോലത്തെ ഒരു പാത്രമാണ്. അതിങ്ങനെ വെക്കുമ്പോൾ സൗണ്ട് ഉണ്ടാവും, ഒരു വെയിറ്റ് ഉണ്ടാവില്ല. അപ്പൊ അതില് ഭക്ഷണം വിളമ്പിയിട്ട് കല്യാണങ്ങൾക്കും അതുപോലെ അതെ ഇപ്പൊ ഇതുപോലെ ഇങ്ങനെ ഇരിക്കുന്ന ഇപ്പൊ നമ്മള് മജ്ലിസ് എന്ന് പറയും. പക്ഷെ പൊന്നാനിയില് പടാപ്പുറം ഉണ്ടാവും, വീടിന്റെ പടാപ്പുറം. ആ പടാപ്പുറം ഹിന്ദിയിലെ ബടാപ്പുറത്ത് നിന്ന് അവിടെ എഹരം വെക്കുന്ന ഒരു രീതിയില് എഹരം വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കല്യാണങ്ങൾക്ക് എഹരം വെക്കാം, എന്തിനും ഭക്ഷണം അങ്ങനെ സാനിൽ വിളമ്പുന്ന ഒരു രീതികളിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന പാത്രം കാസൽ. സാനിൽ വിളമ്പി കഴിഞ്ഞാൽ പിന്നെ സാനിലേക്ക് കൊണ്ടുവന്നിടുന്നത് ഈ കാസയിലായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ അതിന് കാസച്ചോറ് എന്ന പേര് കൊടുത്തത്. അല്ലാതെ ആ ഒരു പിന്നെ നബിദിനത്തിന്റെ ഇതിന് മാത്രമായിട്ട് കൊടുത്തതല്ല. പിന്നെ ഈ പുസ്തകം ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അമ്മി കൊത്താനുണ്ടോ, അമ്മയെന്നുള്ള അത് കൊടുക്കണോ അല്ലെങ്കിൽ ഇത് കൊടുക്കണോ. പിന്നെ എനിക്ക് ലാസ്റ്റ് ഇതന്നെ ചെയ്യാൻ തോന്നി, കാസച്ചോറ്. എന്താണ് ചോറ് എന്നുള്ള ഒരു അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവും. പിന്നെ പൊന്നാനിനെ അടയാളപ്പെടുത്തുമ്പോ പൊന്നാനി എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന, അല്ലെങ്കിൽ ആതിഥ്യ മര്യാദകൾക്കും അതുപോലെ അതിഥി സൽക്കാരങ്ങൾക്കൊക്കെ നല്ല പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു ഓർമ്മ അടയാളപ്പെടുത്തുമ്പോ കാസച്ചോറ്. പിന്നെ നല്ല ഓർമ്മക്കുറിപ്പുകൾ ഇതിനകത്തുണ്ട്. അമ്മി കൊത്താനുണ്ടോ, അമ്മി, കാൽപ്പാടുകള്, രാജമ്മ അല്ലെ, ചെട്ടിച്ചി. എന്ന് പറയോ അതിനെ കുറിച്ച്? രാജമ്മ ചെട്ടിച്ചി എന്ന് പറയുമ്പോ നമ്മളിപ്പോ വളകളിടാൻ, എനിക്ക് ഇന്നും കരിവള, ഞാനിപ്പോഴും കരിവള എനിക്ക് എനിക്ക് രാജമ്മ ചെട്ടിച്ചിന്റെ ആ ഒരു ചെറുപ്പകാലത്ത് നമ്മൾ ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും. ചെട്ടിച്ചിന്റെ കയ്യിൽ നിന്ന് മുറിപ്പാടാണ് ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. വളയിടുമ്പോ നമ്മളിങ്ങനെ കൂർപ്പിച്ച് പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ കൈ, പക്ഷെ കൈ മുറിഞ്ഞുപോയി ചെടിച്ചിന്റെ. അപ്പൊ എന്താന്നറിയില്ല, ആ ഒരു ഓർമ്മ നിലനിൽക്കാനെന്നറിയില്ല, ഞാൻ എപ്പോഴും കുപ്പിവെള്ളം ഇട്ടുകൊണ്ടിരിക്കും. പിന്നെ ആ ഒരു പ്രദേശത്ത് പെൺകുട്ടികൾ കാത്തിരിക്കുമായിരുന്നു ഈ രാജമ്മയുടെ വരവിന്. അത് ഓണത്തിനല്ല, പെരുന്നാൾ സമയങ്ങളിലാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ അത് മാറി ഇങ്ങനെ ഓണം, വിഷു അങ്ങനത്തേനൊക്കെ എല്ലാ കാലത്തും എല്ലാ സമയത്തും ഇടക്കിടക്ക് വരാനൊക്കെ തുടങ്ങി. പക്ഷെ ഏറ്റവും കൂടുതൽ പെരുന്നാളിനാണ് വന്നിരുന്നത്. കുപ്പിവള മാത്രല്ല, സിനിമയുടെ പേരായിട്ട് നമ്മളൊക്കെ സമയത്ത് പിന്നെ മണിയറ, മണിത്താലി അങ്ങനെയൊക്കെയുള്ള ഓരോ സിനിമകളുടെ പേരായിട്ട്. അപ്പൊ അതിന് നല്ല ഡിമാൻഡ് ആയിരിക്കും, നല്ല വില ആയിരിക്കും. പക്ഷെ നമുക്ക് ഇഷ്ടം അതിനോടായിരിക്കും. നമ്മളെ വീട്ടിലിപ്പോ കുറെ പെൺകുട്ടികൾ ഉണ്ടാവുമ്പോ എല്ലാവർക്കും ഒരേപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ മിതമായ വിലയിലുള്ളതല്ലേ വരുള്ളൂ. അപ്പൊ ചെട്ടിച്ചിന്റെ വരവും ചെട്ടിച്ചിയ ഭാണ്ഡം ഇറക്കി വെക്കുന്നതും ഒക്കെ ഇന്നും ഇങ്ങനെ കണ്ണില് നാട്ടിൻപുറങ്ങളിലുള്ള അത്തരം കച്ചവടങ്ങൾ ഇപ്പോഴും ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ മാക്സി ഒക്കെ കൊണ്ടുപോയി വിൽക്കാറുണ്ട്. പിന്നെ അതുപോലെ കൊശ സമുദായത്തിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ ചട്ടിയും കലങ്ങളൊക്കെ കൊണ്ടുപോയി നിൽക്കുന്ന ഒരു ഇതുണ്ട്. അതൊക്കെ ശരിക്കും നല്ലൊരു കച്ചവടക്കാരും വീട്ടുകാരും കസ്റ്റമറും തമ്മിലുള്ള ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കുന്നത്. കാസച്ചോറ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഗാലക്സി ബുക്സ് ആണ്. ഗാലക്സി ബുക്സ് മലയാളത്തിൽ ഇപ്പൊ വീണ്ടും കുറെ പുസ്തകങ്ങൾ അടുത്തിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ രാമനുണ്ട്, KP രാമനുണ്ട് ബ്ലർബ് ഇതിനകത്തുണ്ട്. ആ ബ്ലർബ് ഞാനിവിടെ വായിക്കാം. തീർച്ചയായിട്ടും KP രാമനുണ്ണിയെ പോലുള്ള ഒരു വലിയ എഴുത്തുകാരന്റെ ബ്ലർബൊക്കെ കിട്ടണമെങ്കിൽ അദ്ദേഹം പൊന്നാനിയുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ആളാണ്. തീർച്ചയായിട്ടും പൊന്നാനിക്കാരനാണ്. സ്മരണയുടെ പൊതുവായ വരദാനങ്ങൾക്കപ്പുറം സവിശേഷമായ ചിലത് കൂടി വായനക്കാർക്ക് പകരാൻ തക്ക പോഷക സമൃദ്ധി ജസ്റ്റിസ് സലീം രചിച്ച കാസച്ചോറിനുണ്ട്. ചെമ്പകപ്പൂവിന്റെ പരിമളവും ചീരാക്കഞ്ഞിയുടെ സ്വാദിഷ്ടതയും ഹിന്ദു മുസ്ലിം സമുദായങ്ങളുടെ ചേതോഹര സൗഹൃദങ്ങളും മറ്റും ഇതിൽ നിറഞ്ഞു തുളുമ്പുന്നു. ഹൃദയസ്പർശിയായ ശൈലിയും പൊന്നാരമായ സ്വരവും ഭാഷയിലെ മൃദുലതയും തെളിച്ചമാർന്ന നാട്ടുചിത്രങ്ങളും ഗ്രന്ഥകാരിയുടെ എഴുത്തിനെ ഏറെ വേറിട്ടതാക്കുന്നു. ശ്രീ KP രാമനുണ്ണിയുടെ വാക്കുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. തീർച്ചയായിട്ടും
നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പുസ്തകം വാങ്ങാം, വായിക്കാം. ജസ്റ്റ് ഒരു ക്ലിക്കിൽ. ഒരു ഗാലക്സി ബുക്സ് ആണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ഗാലക്സി ബുക്സ് അടുത്തിടെ കുറച്ച് മലയാള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ജസ്റ്റിസ് സലീമിന്റെ കാസച്ചോറ്. താഴെ ഇതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഈ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഈ പുസ്തകം ലഭിക്കും. ഇത് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പ്രദേശത്തിന്റെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കാൻ കഴിയും. ഒരു പ്രദേശത്തെ ഭാഷ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സംസ്കാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ട് പോയ കുറെ വാക്കുകളെ നമുക്ക് പുനരുജ്ജീവിപ്പിക്കാൻ പറ്റും. വളരെ 170 രൂപ മാത്രമേ ഈ പുസ്തകത്തിനുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും വായിക്കുമെന്നും വായനാനുഭവങ്ങൾ പങ്കുവെക്കുമെന്നും പ്രതീക്ഷയോടെ ജസ്റ്റിസ് സലീമിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇനിയും കൂടുതൽ എഴുതാൻ കഴിയട്ടെ. താങ്ക് യു. അപ്പോൾ ഇത്ര നേരം ഈ ഒരു കാസച്ചോറിൻ്റെ സ്വാദിഷ്ടമായ അനുഭവങ്ങൾ ഇവിടെ വെള്ളിയോടൻ വിളമ്പുകയുണ്ടായി. ഞാൻ എൻ്റെ പുസ്തകം ഒരുപാട് മഹത്വം എന്ന് പറയുന്നതിനേക്കാൾ അത് വായനക്കാരാണ് അതിനെ മഹത്തരമാക്കി തരേണ്ടത്. അതിനെല്ലാ വായനക്കാരും ഇതിനെ സന്തോഷത്തോടെ ഏറ്റെടുക്കണം, വായിക്കണം. അഭിപ്രായങ്ങളും ഇനിയിപ്പോൾ വിമർശനങ്ങളും ആവാം. എന്ത് നല്ല പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ ഒരു കാസച്ചോറ് എന്ന ഒരു പുസ്തകത്തിനെ മനോഹരമാക്കിയ 2-3 വ്യക്തിത്വങ്ങളെ കൂടെ ഞാൻ ഇതിനോടൊപ്പം കൂടി ചേർക്കണം. ഒന്ന്, ഇതിൻ്റെ പബ്ലിഷേഴ്സ് ബാലാജി സാർ. 2, ഈ ഒരു പുസ്തകത്തിലേക്ക് എനിക്കൊരുപാട് പ്രചോദനം, ഈ ഒരു പുസ്തകം ചെയ്യണമെന്ന് നിരന്തരം പ്രോത്സാഹിപ്പിച്ച ഒരുപാട് സൗഹൃദങ്ങൾക്കിടയിൽ നിന്ന് വെള്ളിയോടനാണ് കൂടുതലായിട്ട് ഈ ഒരു പുസ്തകത്തിനായിട്ട് എൻ്റെ കൂടെ ചേർന്ന് നിന്നത്. വെള്ളിയോടനും ബാലാജിക്കും അതോടൊപ്പം തന്നെ ഈ കാസച്ചോറിന് അവതാരിക എഴുതി തന്ന രാമനുണ്ണി സാറിനും, മനോഹരമായ കവർ പേജ് ചെയ്തു തന്ന നിസാർ ഇബ്രാഹിമിനും, ഈ ഒരു അധ്യായങ്ങളെ മനോഹരമാക്കി നാട്ടുചിത്രങ്ങൾ ചെയ്തു തന്ന ഷാജി കോലളമ്പിനും, ഈ കാസച്ചോറിനോട് കൂട്ടിച്ചേർക്കാനായിട്ട് ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇനിയും ബാക്കിയാണ്. കാരണം ഇതിൻ്റെ അവതാരിക എഴുതി തരാനായിട്ട് KP രാമനുണ്ണി സാറായിട്ട് നിരന്തരമായിട്ട് ഇടപെട്ട് അതെനിക്ക് എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് രാമനുണ്ണി സാറിൻ്റെ അവതാരികയോട് കൂടി ഒരു പുസ്തകം രൂപപ്പെടുത്തി തന്നത് പൊന്നാനിയിലെ തന്നെ ചരിത്രകാരൻ TV അബ്ദുറഹ്മാൻകുട്ടി മാഷിൻ്റെ ഇടപഴകലുകളാണ്. അദ്ദേഹത്തിൻ്റെ ആശംസയും ഈ പുസ്തകത്തിനോട് കൂട്ടിച്ചേർക്കുന്നുണ്ട്. മാത്രമല്ല, അക്ഷരക്കൂട്ടം സൗഹൃദങ്ങളിൽ നിന്നാണ് എനിക്ക് ഈ ഒരു വേദി പോലും കിട്ടാനിടയായിട്ടുള്ളത്. കാരണം ഗീതേച്ചി, മോഹനേട്ടൻ, അവരോടുകൂടി ഞാൻ ഈ ഒരു കാസച്ചോറിൻ്റെ കടപ്പാട് അറിയിക്കുകയാണ്. മാത്രമല്ല, വെള്ളിയോടൻ, നിസാർ ഇബ്രാഹിം തുടങ്ങിയ ടീം അംഗങ്ങൾ, അതുകൂടാതെ ഷാജി ഹനീഫ്, സലീം അയ്യനത്ത്, പ്രവീൺ പാലക്കീൽ, ഇസ്മായിൽ മാഷ്, ശിവേട്ടൻ, റസീന തുടങ്ങിയ ഒരുപാട് സ്നേഹ സൗഹൃദങ്ങളുടെ നിരന്തരമായ അന്വേഷണങ്ങളും പ്രോത്സാഹനങ്ങളും ബുക്കിഷ് ടീം അംഗങ്ങളോടും ഞാൻ ഈ വേളയിൽ എൻ്റെ നന്ദി, സ്നേഹം അറിയിക്കുകയാണ്. എല്ലാം കൂടി ചേർന്നതാണ് എൻ്റെ ഈ കാസച്ചോറ്. എല്ലാവർക്കും ഈ ഒരു വേളയിൽ ഞാൻ എൻ്റെ നന്ദി, സ്നേഹം, അതോടൊപ്പം തന്നെ എന്നെ പിന്തുണച്ച കുടുംബത്തിനും നാട്ടുകാർക്കും സൗഹൃദങ്ങൾക്കും UAE-യിലുള്ള എല്ലാ പ്രവാസി മലയാളികൾക്കും എൻ്റെ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.